ഷോൺ ജോർജ് BJP നേതാവും അതോടൊപ്പം തന്നെ PC ജോർജിൻ്റെ മകനുമായിട്ടുള്ള ഷോൺ ജോർജ് ശരിക്കും ഇപ്പോൾ ഈ ഒരു നിമിഷം എല്ലാ അർത്ഥത്തിലും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവെന്ന് പറയുന്നത് ഷോൺ ജോർജ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പല രീതിയിലുമുള്ള വിഷയങ്ങൾ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വീണ വിജയനെതിരെയും വളരെ വലിയ തോതിലുള്ള നീക്കങ്ങളാണ് ഷോൺ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് ED റെയ്ഡൊക്കെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിൽ വരെ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. എന്തായാലും ഷോൺ ജോർജ് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ രീതിയിലും ഒരു വലിയ നേതാവായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. BJPക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു യുവ നേതാവ് തന്നെയാണ് ഷോൺ ജോർജ് എന്നുള്ളത് എടുത്തു പറയണം. PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണോ അതിനെയെല്ലാം വെല്ലുന്ന തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷോൺ ജോർജ് എന്ന് വീണ്ടും തെളിയിക്കുക തന്നെയാണ്. എന്ത് കാര്യത്തിനും കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയും അതിനനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഷോൺ ജോർജ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ ഷോൺ ജോർജ് തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയുണ്ട്. ഈ പറയുന്ന വീണ വിജയനെതിരെയും അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരെയും, അതായത് അധികാരം കൊണ്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കേസാണെന്നും പിണറായിയും മകളും ജയിലിൽ പോകുമെന്നും തന്നെയാണ് ഷോൺ ജോർജ് തറപ്പിച്ച് പറയുന്നത് തന്നെ. ഇതിൽ ഷോൺ ജോർജിന്റെ വീട്ടിലേക്ക് പോലും DYFIയുടെ മാർച്ച് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഷോൺ ജോർജിന് ഒരു കുലുക്കവുമില്ല എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള ഒരു നിൽപ്പ് തന്നെയായിരുന്നു ആ മാർച്ചിനിടയിലും ഷോൺ ജോർജ് BJP പ്രവർത്തകരുമായിട്ട് മുന്നിൽ വന്നു നിന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷോൺ ജോർജിനെ പോലൊരു നേതാവ് തീർച്ചയായിട്ടും BJPക്ക് അത് എല്ലാ അർത്ഥത്തിലും ഒരു നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. കാരണം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും പാല പോലുള്ളൊരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ക്രൈസ്തവ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലത്ത് തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് 35,000-ൽ കൂടുതൽ വോട്ട് നേടിയ ഒരു വ്യക്തിയാണ് ഷോൺ ജോർജ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു സ്വീകാര്യനായി മാറാനായിട്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഷോൺ ജോർജിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് അവിടെ വിജയിച്ച വ്യക്തിയും ഷോൺ ജോർജും തമ്മിൽ വെറും 15,000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 1ാം സ്ഥാനം കിട്ടിയ വ്യക്തി 50,000-ഉം ഷോൺ ജോർജ് 35,000-ൽ കൂടുതൽ വോട്ടുകളും അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇനി വരുന്ന 5 കൊല്ലം തീർച്ചയായിട്ടും ഈ പറയുന്ന പാലയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് വീണ്ടും ഷോൺ ജോർജിന് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഇനി വരുന്ന 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു MLA ആകാൻ പോലും പറ്റുന്ന തരത്തിലോട്ട് ഷോൺ ജോർജ് എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഷോൺ ജോർജിനെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് അകത്ത് തന്നെ വേണ്ടതും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിലവിൽ ഷോൺ ജോർജിനെ പോലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും BJP തലപ്പത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിന് തക്കവണ്ണമുള്ള യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് ഷോൺ ജോർജ് എന്ന കാര്യം 100% ഉറപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് ഷോൺ ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും വരും നാളുകളിൽ തെളിയുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഷോൺ ജോർജിനെ കാരണം തീർച്ചയായിട്ടും പലർക്കും പല രീതിയിൽ തലവേദനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇടതുപക്ഷത്തിലെ വലിയ നേതാക്കൾക്കിടയിലായാലും അതോടൊപ്പം തന്നെ UDFിലെ പല നേതാക്കൾക്കിടയിലായാലും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു തീപ്പൊരു നേതാവ് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വരും നാടുകളിൽ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്.